കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലേക്ക് ഇത്തവണ ഒഴുകിയെത്തിയത് തീർത്ഥാടക ലക്ഷങ്ങൾ. കേരളത്തിന് പുറമെ പ്രത്യേകിച്ച് കർണാടകത്തിൽ നിന്നുള്ള ഭക്തരുടെ വൻ ജനപ്രവാഹമാണ് ഇത്തവണ കൊട്ടിയൂരിലേക്ക് ഉണ്ടായത്. കണ്ണൂർ ജില്ലയുടെ ടൂറിസം സാമ്പത്തിക മേഖലകളിൽ വലിയൊരു ഉണർവാണ് ഈ തീർത്ഥാടക പ്രവാഹം സമ്മാനിച്ചിരിക്കുന്നത്. മഴയും പുഴയും കാടും മനുഷ്യനും ഒന്നുചേരുന്ന അപൂർവ ആചാരങ്ങളുടെ പുണ്യഭൂമിയായ കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിന് ഇത്തവണ ദൃശ്യമായത് സമാനതകളില്ലാത്ത ഭക്തജന തിരക്കാണ്. കൊട്ടിയൂരിലേക്ക് ഇത്തവണ ഇതുവരെ 25 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതായാണ് കണക്കുകൾ. ഇതിൽ പകുതിയോളം പേരും അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്നുള്ളവരാണെന്നാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വർഷമാണ് കർണാടകത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് അപ്രതീക്ഷിതമായ തീർത്ഥാടകരുടെ പ്രവാഹം തുടങ്ങിയത്. ഇത്തവണ അത് റെക്കോർഡ് വേഗതയിലാണ് വർദ്ധിച്ചത്. കർണാടകത്തിന് പുറമെ തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ മലബാറിലേക്ക് ഒഴുകിയെത്തുന്നു. കൊട്ടിയൂർ തീർത്ഥാടനത്തിന് എത്തുന്നവർ കണ്ണൂരിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളായ പറശ്ശിനിക്കടവ്, മുത്തപ്പൻ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മാമാനത്തമ്പലം, മൃദംഗശൈലേശ്വരി ക്ഷേത്രം, മാടായിക്കാവ് എന്നിവിടങ്ങളിലും ദർശനം നടത്തുന്നുണ്ട്. തീർത്ഥാടനത്തിനൊപ്പം തന്നെ ജില്ലയിലെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങളായ കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ട, പയ്യാമ്പലം ബീച്ച്, ഏഷ്യയിലെ തന്നെ പ്രശസ്തമായ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നിവയും സന്ദർശിച്ചാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. സാധാരണ നിലയിൽ ടൂറിസം രംഗത്ത് ഓഫ് സീസണായ മഴക്കാലത്താണ് ഈ അപ്രതീക്ഷിത ജനപ്രവാഹം എന്നത് ജില്ലയിലെ കച്ചവട ടൂറിസം മേഖലകൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. കണ്ണൂരിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അനന്തമായ ടൂറിസം സാധ്യതകളാണ് കൊട്ടിയൂർ വൈശാഖോത്സവം ഇപ്പോൾ തുറന്നിടുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയും അടിസ്ഥാന സൗകര്യ വികസനത്തോടെയും സർക്കാർ തലത്തിൽ ഇതിനായി മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മലബാറിലെ ടൂറിസം രംഗത്ത് ഇതൊരു വൻ കുതിച്ചുചാട്ടമായി മാറും. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി.